ഹായ് ലേണേഴ്സ്, ഏവർക്കും നമസ്കാരം. ഐപ്ലസ് ട്രെയിനിങ് സൊല്യൂഷന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് പഠനാന്തരീക്ഷം. വളരെയധികം ആവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് അല്ലെ. ഞാനിപ്പോ നിങ്ങൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ രണ്ട് പേന വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ തട്ടി 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 നിൽക്കുകയാണ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കേൾക്കാനായിട്ട് പറ്റുമോ? ഇല്ല. നിങ്ങളുടെ പഠനത്തെ തടസ്സപ്പെടുത്തുന്ന ഒരു ഘടകമാണ് ഈ ശബ്ദം എന്ന് പറയുന്നത് അല്ലെ. ഇതേ സംഭവം തന്നെ ക്ലാസ് റൂമിലും വരാം. അപ്പോൾ പഠിക്കുവാനുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളത് വളരെയധികം ആവശ്യമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ്. എവിടെയാണോ പഠിതാവ് ഇരിക്കുന്നത് ആ ചുറ്റുപാടുമായി ബന്ധപ്പെട്ടിട്ട് കൃത്യമായിട്ട് ശ്രദ്ധയോടും ഏകാഗ്രതയോടും കൂടിയിട്ട് ഇരിക്കാനായിട്ട് നമുക്ക് കഴിയണം. അത് ക്ലാസ് റൂമിലാകട്ടെ എവിടെയും ആകട്ടെ. അപ്പൊ സാധാരണ ഇപ്പൊ ഒരു കാറ്ററ്റ് പരീക്ഷ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്തിന് പ്രാധാന്യം കൊടുക്കണം? ക്ലാസ് മുറിക്ക് നമുക്ക് പ്രാധാന്യം നൽകേണ്ടതായിട്ട് ഉണ്ട്. അപ്പൊ ക്ലാസ് മുറിയിലെ കുട്ടിയുടെ പഠനത്തെ അല്ലെങ്കിൽ ടീച്ചറുടെ ടീച്ചിങ് എന്നുള്ള പ്രോസസ്സിനെ ബോധന പ്രക്രിയയെ സഹായിക്കുന്ന ഘടകങ്ങളെല്ലാം തന്നെ എന്തിൽ ഉൾപ്പെടുന്നതാണ്? പഠനാന്തരീക്ഷത്തിൽ ഉൾപ്പെടുന്നതാണ്. അപ്പൊ പഠനാന്തരീക്ഷം എന്നുള്ളത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഘടകം തന്നെയാണ്. ചിട്ടയോടും ഏകാഗ്രതയോടും കൂടിയിട്ടുള്ള ഒരു പഠനം നമുക്ക് ആവശ്യമാണ്. എന്ന് വെച്ച് എന്താണ്? വളരെയധികം വിരക്തി ഉണ്ടാക്കുന്ന ഫുൾ വൈറ്റ് പെയിന്റ് അടിച്ചിട്ടുള്ള ഫുൾ ഒരു ക്ലാസ് റൂമിൽ നമ്മളെ കൊണ്ടുപോയിരുത്തി എപ്പോഴും നമ്മൾ അങ്ങനെ ഇരിക്കുക, നമുക്ക് ബോറാവും അല്ലെ. അപ്പൊ കുട്ടികളെ ആകർഷിക്കുന്ന രീതിയിലുള്ള ക്ലാസ് റൂമുകൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഒരു ഡിഗ്രി ക്ലാസ് റൂമിന്റെ ലെവലിലായിരിക്കും ഒരു LKG സ്റ്റുഡന്റിന്റെ ക്ലാസ് റൂം ഉണ്ടായിരിക്കുക അല്ല. അപ്പൊ കുട്ടിയുടെ പഠന നിലവാരത്തിനനുസരിച്ച് ക്ലാസ് മുറികൾക്കും മാറ്റം വരേണ്ടതായിട്ട് ഉണ്ട്. ഇനി ക്ലാസ് മുറികൾ മാത്രമാണോ കുട്ടിയുടെ പഠനത്തെ നിർണ്ണയിക്കുന്ന കാര്യം എന്ന് പറയുന്നത്? അപ്പൊ ലേണിംഗ് എൻവയോൺമെന്റ്, പഠനാന്തരീക്ഷം എന്ന് പറയുന്നത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അത് ടീച്ചിങ്, ബോധനം എന്ന പ്രക്രിയയെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ്. പഠനം, ലേണിംഗ് എന്ന പ്രോസസ്സിനെ സംബന്ധിച്ചും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് പഠനാന്തരീക്ഷം എന്നുള്ള ടോപ്പിക്കാണ്. ലേണിംഗ് എൻവയോൺമെന്റ്. പഠനാന്തരീക്ഷം പഠന പ്രക്രിയയിൽ സുപ്രധാനമായ പങ്കാണ് സുസജ്ജമായ പഠനാന്തരീക്ഷത്തിനുള്ളത്. ചിട്ടയായും ക്രമീകൃതവുമായുള്ള പഠനത്തിന് ഊർജ്ജസ്വലമേകുന്നവയായിരിക്കണം മുൻകൂട്ടി ആസൂത്രണം ചെയ്ത പഠനാന്തരീക്ഷം. അതായത് ഒരു ക്ലാസ് റൂമില് കുട്ടിക്ക് കൃത്യമായിട്ടും ഏകാഗ്രതയോടെയും ചിട്ടയോടെയും ഇരുന്ന് പഠിക്കുവാനായിട്ട് സാധിക്കണമെങ്കിൽ മുൻകൂട്ടി ചില കാര്യങ്ങൾ നമ്മൾ സജ്ജീകരിക്കേണ്ടതായിട്ട് ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. കുട്ടികൾ ഇരിക്കാനായിട്ട് പറ്റണം. സ്വസ്ഥതയോട് കൂടിയിട്ട് കുട്ടിക്ക് ഇരിക്കാനും ഇരുന്ന് എഴുതാനും ആവശ്യമാണെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാനും ചുറ്റും ഒന്ന് സഞ്ചരിക്കാനും പറ്റുന്നതായിരിക്കണം ക്ലാസ് റൂം എന്നുള്ളതാണ് അടിസ്ഥാനമായിട്ടുള്ള ഘടകം. ഇപ്പൊ 1ാം ക്ലാസ്സിലെയും 2ാം ക്ലാസ്സിലെയും 3ാം ക്ലാസ്സിലെയും കുട്ടികളെയും ഒരു ഹോളിൽ തന്നെ ഇരുത്തുന്നതായിട്ടൊന്ന് ആലോചിച്ച് നോക്കിയേ. എളുപ്പമല്ല അല്ലെ പഠിപ്പിക്കാനായിട്ട്. ബുദ്ധിമുട്ടാക്കും. ഇത് തന്നെയാണ് മുതിർന്ന ക്ലാസ്സുകളിൽ വന്നാലും നമുക്ക് ഉണ്ടാകുന്നത്. അപ്പൊ ചിട്ടയും ക്രമീകൃതവുമായിട്ടുള്ള പഠനത്തിന് ഊർജ്ജസ്വലമേകുന്നവയായിരിക്കണം മുൻകൂട്ടി ആസൂത്രണം ചെയ്തിട്ടുള്ള പഠനാന്തരീക്ഷങ്ങൾ. കുട്ടികളുടെ മാനസിക വ്യാപാരങ്ങൾക്കും ചിന്താപരതയ്ക്കും പ്രാധാന്യം നൽകുന്നതും പഠനോദ്ദേശങ്ങൾ പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നതുമായിട്ടുള്ള പഠന പ്രവർത്തനങ്ങളുടെ മേളനമാണ് ഇതുകൊണ്ട് അർത്ഥവത്താക്കുന്നത്. അതായത് കുട്ടിക്ക് കൃത്യമായിട്ട് വളരെയധികം ഫ്രീ ആയിട്ട് ഇരുന്നു കൊണ്ട് വളരെയധികം ടെൻഷനോ സ്ട്രെസ്സോ നൽകുന്ന ഒരു അന്തരീക്ഷത്തിൽ നിന്ന് മാറി കുട്ടിയുടെ മാനസിക വ്യാപാരങ്ങൾക്കും കുട്ടിക്ക് കൃത്യമായിട്ട് സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനും അവരുടെ ചിന്താപരതയ്ക്കും പ്രാധാന്യം നൽകുന്നതും പഠനോദ്ദേശങ്ങൾ, ഒരു കാര്യം പഠിപ്പിക്കുന്നതിലൂടെ കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യം നമ്മൾ വെക്കുന്നുണ്ടല്ലോ, ആ പഠനോദ്ദേശങ്ങൾ പൂർണ്ണതയിൽ എത്തിക്കാൻ സഹായിക്കുന്നതുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, പഠന പ്രവർത്തനങ്ങൾ സുഖകരമായിട്ട് നടക്കാനുള്ള ഒരു അന്തരീക്ഷം നമ്മൾ ഒരുക്കേണ്ടതുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പഠനാന്തരീക്ഷം എന്ന് വിളിക്കുന്നത്. കുട്ടികളുടെ സർവ്വതോന്മുഖമായ വളർച്ച ക്ഷിപ്രസാധ്യമാക്കുന്നതായിരിക്കണം പഠനാന്തരീക്ഷം. കുട്ടികളുടെ പഠനം എന്നുള്ള പ്രക്രിയ എളുപ്പത്തില് വേഗത്തില് ക്ഷിപ്രമായിട്ട് സാധ്യമാക്കുന്നതായിരിക്കണം എന്ത്? പഠനാന്തരീക്ഷം എന്ന് പറയുന്നത്. പഠനാന്തരീക്ഷത്തിന്റെ പ്രത്യേകതകളെ പറ്റിയിട്ടാണ് അടുത്തതായിട്ട് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അതിൽ ആദ്യത്തേത്, പഠനാന്തരീക്ഷം പിന്തുണ സൂചകവും ഉൽപാദനക്ഷമവും ആകണം. വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് അത്ര അങ്ങോട്ട് വ്യക്തമാവുന്നില്ല അല്ലെ. അതിന്റെ പോയിന്റുകൾ നോക്കുമ്പോൾ നമുക്ക് ആശയം വ്യക്തമായിട്ട് കിട്ടും. അതായത് ഒരു പഠിതാവിന്റെ പഠനാവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാനും കുട്ടികളുടെ പഠന സംഭാവനകളെ വിലമതിക്കുവാനും നമുക്ക് കഴിയണം. കുട്ടികളുടെ പഠന ശൈലികളും പഠന താല്പര്യങ്ങളും കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കാനായിട്ട് കഴിയണം. പഠനാവശ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് തിരിച്ചറിഞ്ഞ് അധ്യാപകർ തന്നെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കുക. അധ്യാപകർ തന്നെ ആ കുട്ടിയുടെ പഠനാവശ്യം എന്താണോ അതിനെ തിരിച്ചറിഞ്ഞ് അതിലേക്ക് കുട്ടിയുടെ ശ്രദ്ധ തിരിച്ചുവിടാനായിട്ട് കഴിയണം.
അല്ലെങ്കിൽ ആ കുട്ടിയെ കൃത്യമായിട്ട് ശ്രദ്ധിക്കാൻ ആർക്കും കഴിയണം? അധ്യാപകർക്കും കഴിയണം. വിദ്യാഭ്യാസ പ്രക്രിയയിൽ പങ്കാളിത്ത പഠനം സാധ്യമാക്കുക. എന്താണ് ഗ്രൂപ്പ് സ്റ്റഡി? കുട്ടികൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് പഠിക്കുന്ന ഒരു രീതിക്ക് പ്രാധാന്യമായിട്ട് കൊടുക്കുക. അത്തരത്തിൽ ഗ്രൂപ്പായിട്ടുള്ള പ്രവർത്തനം, സംഘപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന സമയത്ത് വളരെയധികം ഗുണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കുട്ടിയിൽ ലീഡർഷിപ്പ് ക്വാളിറ്റി വർദ്ധിക്കും. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ അഭിപ്രായത്തെ മാനിക്കാനുള്ള ഒരു ശേഷി കുട്ടികൾക്ക് കൈവരും. സ്വന്തം അഭിപ്രായങ്ങൾ പറയുവാനുള്ള ഒരു ശേഷി കൈവരും. ചിന്തിക്കുവാനുള്ള ശേഷി കൈവരും. അത്തരത്തിൽ വിദ്യാഭ്യാസ പ്രക്രിയയിൽ പങ്കാളിത്ത പഠനം സാധ്യമാക്കുക. കുട്ടികളുമായിട്ട് നല്ല ബന്ധം പുലർത്തുക. പഠനത്തിന്റെ വിജയത്തിന് വേണ്ടിയിട്ട് കൈത്താങ് എന്ന് പറയുന്ന പ്രക്രിയ അവലംബിക്കുക. കൈത്താങ്, സ്കഫോൾഡിംഗ് തിയറി നമ്മൾ ബിഎഡ് കാലയളവിൽ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ്? കുട്ടികളെ ഒന്ന് താങ്ങി നിർത്തുക. മുന്നോട്ട് പോകുന്ന സമയത്ത് അവരൊന്ന് ഇടറി, കാലൊന്ന് ഇടറുമ്പോൾ, അല്ലെങ്കിൽ അവർക്ക് എന്തായാലും തെറ്റായ ഒരു ദിശയിലേക്ക് അവരുടെ പോകുമ്പോൾ അവരെ അതിൽ നിന്ന് തിരിച്ച് നേരായിട്ടുള്ള ദിശയിലേക്ക് നയിക്കുക. അങ്ങനെ ഒരു കൈത്താങ് നൽകുക. കുട്ടികളുടെ വിജയങ്ങൾ ആഘോഷിക്കുക. അതായത് കുട്ടിയുടെ ക്ലാസ്സിലുള്ള പഠനാന്തരീക്ഷം എന്ന് പറയുന്നത് അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പിന്തുണ നൽകുന്നതും കൃത്യമായിട്ട് അവരുടേതായിട്ടുള്ള കഴിവുകളെ ഉയർത്തിക്കൊണ്ടുവന്ന് അത് ഉത്പാദനക്ഷമമാക്കാനും നമുക്ക് കഴിയണം. അവരുടെ ഉള്ളിൽ കൃത്യമായിട്ടുള്ള പ്രോസസ്സുകൾ നടന്ന് അവരിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട ഔട്ട്കം അത് കൃത്യമായിട്ട് ഉത്പാദിപ്പിച്ചെടുക്കാനായിട്ട് നമുക്ക് കഴിയണം. അതിന് കുട്ടികളുടെ പഠനാവശ്യങ്ങൾ നമ്മൾ തിരിച്ചറിയണം. അതിനനുസരിച്ച് പ്രതികരിക്കാനായിട്ട് കഴിയണം. അത്തരത്തിലുള്ള ഒരു പ്രതികരണം കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കുവാനും നമുക്ക് കഴിയണം. ഇനി വിദ്യാഭ്യാസ പ്രക്രിയയിലെ എല്ലാ കുട്ടികളെയും, അതായത് പഠനത്തിൽ ഉന്നത നിലവാരം പുലർത്തുന്നവരെയും മിഡിലിൽ നിൽക്കുന്നവരെയും താഴ്ന്നു നിൽക്കുന്നവരെയും ഒക്കെ നമുക്ക് ഒരുമിച്ച് ചേർക്കാനായിട്ട് കഴിയണം. ഇതിനെ ഒരു പഠനാന്തരീക്ഷം എവിടെ സൃഷ്ടിക്കണം? ക്ലാസ് റൂമിൽ. ഈ ഘടകങ്ങളെല്ലാം ഉൾച്ചേരുന്ന ഒരു പഠനാന്തരീക്ഷമായിരിക്കണം നമ്മൾ ക്ലാസ്സിൽ ഒരുക്കേണ്ടത്. അടുത്തത് സ്വാതന്ത്ര്യം, പരസ്പരാശ്രയത്വം എന്നിവയ്ക്ക് ആക്കം കൂട്ടുന്ന നല്ല പഠനാന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അതായത് പഠന പ്രക്രിയയിൽ വ്യക്തിഗതമായും കൂട്ടായുമുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള അവസരങ്ങൾക്ക് ക്ലാസ് റൂമിലെ ടീച്ചർ പ്രാധാന്യം നൽകണം. അത്തരത്തിലുള്ള അന്തരീക്ഷം നമ്മൾ സൃഷ്ടിക്കണം. പഠന ലക്ഷ്യങ്ങൾ സ്വയം ക്രമീകരിക്കുവാനുള്ള പരിശീലനം കുട്ടികൾക്ക് നൽകുക. ഇതിലൂടെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് നേടേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ തോന്നണം. ഈ കവിത പഠിക്കുന്നത് വഴി ഇന്ന കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇത് പഠിക്കുന്നത് വഴി പരീക്ഷയിലേക്ക് നല്ല സ്കോർ ലഭിക്കാനായിട്ട് സാധിക്കും. അപ്പൊ പഠന ലക്ഷ്യങ്ങൾ എന്താണ് എന്നുള്ളത് കുട്ടിയിലെ സ്വയം ക്രമീകരിക്കുവാനുള്ള പരിശീലനം കുട്ടികൾക്ക് നൽകുക. പഠന പ്രക്രിയയെയും പ്രവർത്തനങ്ങളെയും സ്വയം നിരീക്ഷണത്തിന് വിധേയമാക്കുന്നത് എങ്ങനെയാണ് എന്ന് വ്യക്തമാക്കി കൊടുക്കുക. കുട്ടിക്ക് നമ്മൾ മാർക്ക് ഇട്ട് കൊടുത്തു. അപ്പൊ കുട്ടിക്ക് തോന്നാണ് ഇത് കുറവാണോ കൂടുതലാണോ, എനിക്ക് ഈ മാർക്ക് തന്നെയാണോ കിട്ടേണ്ടത്? അത്തരത്തിലുള്ള ചിന്ത കുട്ടിയിൽ സ്വയം വളരണം. ഞാനിപ്പോ നന്നായി പഠിച്ചോ, ഞാൻ നന്നായി പരീക്ഷ എഴുതിയോ, അത്തരത്തിൽ സ്വയം വിലയിരുത്താനായിട്ട് കുട്ടിക്ക് കഴിയണം. പഠന ലക്ഷ്യങ്ങൾ പൂർണ്ണതയിൽ എത്തി എന്നതിനെ തെളിവ് കാട്ടിത്തരുവാൻ പ്രോത്സാഹിപ്പിക്കുക. നീ പഠിച്ചോ? പഠിച്ചു. എന്നാ പഠിച്ചതൊന്ന് പറഞ്ഞേ, അല്ലെങ്കിൽ പഠിച്ചതൊന്ന് എഴുതിയേ, അല്ലെങ്കിൽ അതൊന്ന് പ്രവർത്തിച്ച് കാണിക്കുക. അത്തരത്തിൽ സ്വയം കഴിയണം. ഞാൻ പഠിച്ചു എന്നതിന് തെളിവ് കാട്ടാൻ പഠിതാവ് എന്ന നിലയിൽ കുട്ടിക്ക് സ്വയം കഴിയണം. മൂല്യനിർണ്ണയ ഘടകങ്ങളെ കുറിച്ചുള്ള വ്യക്തമായ ധാരണ കുട്ടിയിൽ ഉണ്ടാക്കിയെടുക്കുക. എന്തുകൊണ്ട് എനിക്ക് മാർക്ക് കുറഞ്ഞു, എന്തുകൊണ്ട് എനിക്ക് ഈ മാർക്ക് കിട്ടി, എന്തുകൊണ്ട് എനിക്ക് മാർക്ക് കൂടി, ഞാൻ കൃത്യമായി പഠിച്ചു, അത് കൃത്യമായി ഞാൻ എഴുതി, ചോദിച്ച ചോദ്യത്തിന് ശരിയായ രീതിയിൽ ഞാൻ ഉത്തരം എഴുതി, ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം തന്നെ ഞാൻ എഴുതി, അതുകൊണ്ട് എനിക്ക് മാർക്ക് കിട്ടി, എന്തുകൊണ്ട് എനിക്ക് മാർക്ക് കുറഞ്ഞു, എന്തുകൊണ്ട് ഞാൻ പ്രസംഗിച്ചപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ എനിക്ക് പ്രോത്സാഹനം നൽകി, എന്തുകൊണ്ട് പ്രസംഗിക്കുന്നതിന്റെ ഇടയിൽ എനിക്ക് വിക്ക് വന്നു. അത്തരത്തില് സ്വയം നിർണ്ണയിക്കാൻ, മൂല്യം നിർണ്ണയിക്കാൻ, സ്വന്തം പ്രവർത്തനങ്ങളുടെ മൂല്യം നിർണ്ണയിക്കുവാനുള്ള കഴിവ് അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ കുട്ടിയിൽ ഉണ്ടാക്കിയെടുക്കണം. അതാണ് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ നോക്കാം. പഠനം പ്രധാനമായും സമൂഹമായി ബന്ധപ്പെട്ടതും ക്ലാസ് മുറിക്ക് വെളിയിൽ പ്രവർത്തനക്ഷമമാക്കേണ്ടതുമാണ്. കേവലം പാഠപുസ്തകങ്ങളിലോ ക്ലാസ് റൂമിന്റെ ഉള്ളിലോ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതാണോ പഠനം എന്ന് പറയുന്നത്? അല്ല, അല്ലെ? അപ്പൊ പഠനം സമൂഹവുമായി ബന്ധപ്പെട്ടതാണ്. സമൂഹത്തിലേക്ക് ഇറങ്ങി ജീവിക്കേണ്ടവരാണോ ഓരോ വ്യക്തിയും. അതുകൊണ്ട് തന്നെ ക്ലാസ് മുറിക്ക് വെളിയിലും എന്ത് നടക്കണം? പഠനം പ്രവർത്തനക്ഷമമായി നടക്കേണ്ടതുണ്ട്. അടുത്ത പോയിന്റ്, കുട്ടികളുടെ പഠനാവശ്യങ്ങൾ, ചുറ്റുപാടുകൾ, വീക്ഷണങ്ങൾ, താല്പര്യങ്ങൾ, അഭിഭാവങ്ങൾ എല്ലാം പ്രതിഫലിക്കുന്ന പഠനാന്തരീക്ഷം നമുക്ക് സൃഷ്ടിക്കാനായിട്ട് കഴിയണം. കേവലം ടെക്സ്റ്റ് ബുക്കിലുള്ളത് പഠിച്ച് പരീക്ഷ എഴുതുക എന്നത് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ഈ ഘടകങ്ങളെല്ലാം നടക്കണം. ആഴത്തിലുള്ള ചിന്താശക്തിയും അവയുടെ പ്രയോഗ സാധ്യതകളും വികസിപ്പിക്കാനുള്ള പഠനാന്തരീക്ഷം വളർത്തിയെടുക്കുവാനായിട്ടും സാധിക്കണം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ. ഇന്നത്തെ ഈ കുഞ്ഞു ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. താങ്ക് യു ലേണേഴ്സ്.